പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തനിക്ക് സ്തുതി. ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കൊച്ചു കൂട്ടുകാർക്ക് ക്രിസ്തുവേശുവിൽ സമാധാനം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഈ ഓഗസ്റ്റ് 6-ാം തീയതി ഒരു മൊറോനോയ പെരുന്നാൾ നാം ആഘോഷിക്കുകയായിരുന്നു. വിശുദ്ധ കുർബാനയിൽ നമ്മൾ സംബന്ധിച്ചു, അനുഗ്രഹം പ്രാപിച്ചു. ഇതിനു മുമ്പ് ഒരു സന്ദർഭത്തിൽ മറുരൂപ പെരുന്നാളിൻ്റെ പ്രാധാന്യം സംബന്ധിച്ച് നിങ്ങളുമായി ചില ചിന്തകൾ ഞാൻ പങ്കുവച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഈ മറുരൂപ പെരുന്നാളിനോട് ചേർന്ന് രണ്ട് വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ കുറിക്കുന്നതിന് ഞാൻ സമർപ്പിക്കുന്നു. മാനസാന്തരവും രൂപാന്തരവും. മാനസാന്തരം മനസ്സിൻ്റെ അന്തരമാണ്, മനസ്സിൻ്റെ മാറ്റമാണ്. രൂപാന്തരം ബാഹ്യരൂപത്തിൻ്റെ മാറ്റമാണ്. മനസ്സ് മാറിയാൽ ബാഹ്യരൂപവും മാറും, അതിന് മാറ്റമുണ്ടാകും എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. പുതിയ നിയമത്തിൽ വിശുദ്ധ മത്തായി, വിശുദ്ധ മർക്കോസ്, വിശുദ്ധ ലൂക്കോസ്, ഈ 3 സുവിശേഷകന്മാരും മറുരൂപ സംഭവം രേഖപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ, മർക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 2 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ, ലൂക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 28 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ. ഈ വേദഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്ന രൂപാന്തരം, അവൻ രൂപാന്തരമുണ്ടായി എന്ന് പറയുമ്പോൾ അവിടെ ഗ്രീക്ക് മൂലത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഒരു പക്ഷേ നമ്മൾ ശാസ്ത്രം പഠിക്കുമ്പോൾ പഠിച്ചു കാണും. മെറ്റാമോർഫോസിസ് എന്ന വാക്കാണ്. മെറ്റാമോർഫോസിസ്. മോർഫി എന്ന് പറഞ്ഞാൽ രൂപമാണ്. മെറ്റ എന്ന് പറഞ്ഞാൽ മാറ്റം. മെറ്റാമോർഫോസിസ് എന്ന് പറഞ്ഞാൽ രൂപത്തിലുള്ള മാറ്റം, രൂപാന്തരം എന്നാണ്. ഞാൻ വേറൊരു വാക്ക് ഉപയോഗിച്ചല്ലോ, മാനസാന്തരം. മാനസാന്തരം എന്ന വാക്ക് അതിൻ്റെ ഗ്രീക്ക് മൂലത്തിൽ മെറ്റാനോയ എന്നാണ്. ന്യൂസ് എന്ന് പറഞ്ഞാൽ മൈൻഡ്, മെറ്റ എന്ന് പറഞ്ഞാൽ മാറ്റം. മനസ്സിൻ്റെ മാറ്റമാണ് മാനസാന്തരം. മനസ്സ് മാറുമ്പോൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ ബാഹ്യരൂപത്തിനും മാറ്റമുണ്ടാവും. നമ്മളുടെ ഹൃദയത്തിൻ്റെ കണ്ണാടിയാണ് നമ്മളുടെ മുഖം. ഹൃദയം മാറുമ്പോൾ നമ്മളുടെ ബാഹ്യരൂപത്തിന്, മുഖം ഉൾപ്പെടെയുള്ള ബാഹ്യരൂപത്തിന് മാറ്റമുണ്ടാകും എന്നുള്ളതാണ്. ഉണ്ണിയെ കണ്ടാലറിയാം ഊരിലെ പഞ്ഞം എന്നൊരു ചൊല്ലുണ്ടല്ലോ എന്ന് പറയുന്നത് പോലെ മനസ്സിൻ്റെ ഇരിപ്പ് എന്താണെന്ന് മുഖത്ത് നോക്കിയാൽ അറിയാം എന്നും നമ്മൾ സാധാരണ പറയും. അതായത് ഹൃദയത്തിൽ എന്താണോ അത് നന്മയാണെങ്കിൽ, തിന്മയാണെങ്കിൽ അത് നമ്മളുടെ ബാഹ്യരൂപത്തിലും പ്രതിഫലിക്കും എന്ന സത്യം പ്രത്യേകമായി നമ്മൾ ഗ്രഹിക്കേണ്ടതുണ്ട്. നമുക്ക് രൂപാന്തരം വരണമെങ്കിൽ മനസ്സിന് മാറ്റം വരണം. അതുകൊണ്ടാണ് പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 2-ാം വാക്യത്തിൽ, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ എന്ന് പറയുന്നുണ്ട്. മനസ്സിന് പുതുക്കമുണ്ടാവുമ്പോൾ, മനസ്സിന് മാറ്റമുണ്ടാവുമ്പോൾ നാം ആകപ്പാടെ രൂപാന്തരത്തിലേക്ക് വളരുകയായി. നമ്മളുടെ ബാഹ്യപ്രകൃതിക്കും മാറ്റമുണ്ടാവുകയായി. ഒരു പുതിയ വ്യക്തിത്വത്തെ സംബന്ധിച്ച്, വ്യക്തിത്വ വികസനത്തെ സംബന്ധിച്ച് നല്ല സൂചനകളാണ് ഇവിടെ ലഭിക്കുന്നത്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ വളർന്നു വരികയല്ലേ? നിങ്ങൾ ഓരോ ദിവസവും നിങ്ങളുടെ ആളത്വം വേണ്ടവണ്ണം വികസിപ്പിച്ചെടുക്കുന്നതിന് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ അങ്ങനെ ശ്രമിക്കുകയാ. ആ ഒരു മാറ്റത്തിൻ്റെ വഴിയിലാണ്, മാറ്റത്തിൻ്റെ യാത്രയിലാണ് എന്ന കാര്യം നമുക്ക് മറക്കാതിരിക്കണം. തിന്മകൾ മനസ്സിൽ വരുമ്പോൾ,
മനസ്സിന് തിന്മകൾ കൊണ്ടൊരു മാറ്റമുണ്ടാവും. തിന്മകൾ നിറഞ്ഞുള്ള ഒരു മാറ്റം. നന്മകൾ കൊണ്ട് മനസ്സ് നിറയുമ്പോൾ അത് നന്മ നിറഞ്ഞുള്ള ഒരു മാറ്റം ഹൃദയത്തിന് സംഭവിക്കും. അത് നമ്മൾ വളരെ ബുദ്ധിയോടുകൂടെ, വിവേകത്തോടുകൂടെ, ദൈവാശ്രയത്തോടുകൂടെ നമ്മൾ തിരഞ്ഞെടുക്കുകയാണ്. നേരത്തെ തന്നെ പല പ്രാവശ്യം സൂചിപ്പിച്ചിട്ടുണ്ട്. തിന്മ തിരഞ്ഞെടുക്കാം, തിന്മ ഉപേക്ഷിക്കാം. നന്മ തിരഞ്ഞെടുക്കാം, നന്മയിൽ വളരാം. അങ്ങനെ വളരുമ്പോൾ നമ്മുടെ ബാഹ്യാകാരത്തിന് തന്നെ മാറ്റം സംഭവിച്ച് ഒരു നല്ല ആളത്വം അകമേയും പുറമേയും നമുക്ക് വികസിപ്പിച്ചെടുക്കുവാൻ സാധിക്കും. ഇത് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം തുടങ്ങുന്നത് മാനസാന്തര സ്നാനം നടത്തുന്ന യോഹന്നാൻ മാബ്ദാനയെ അവതരിപ്പിച്ചുകൊണ്ടാണ്. മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൽ മാനസാന്തര സ്നാനം നൽകുന്ന, മാനസാന്തരപ്പെടുവീനെന്ന് ജനങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ട് മാനസാന്തരപ്പെടുന്നവർക്ക് സ്നാനം നൽകിക്കൊണ്ട് യേശുക്രിസ്തുവിൻ്റെ വരവിനായി ഒരുക്കുന്ന യോഹന്നാൻ മാബ്ദാനയെ മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. അതേ അധ്യായത്തിൽ തന്നെ യോഹന്നാൻ മാബ്ദാന ബന്ധിതനാകുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പരസ്യ ശുശ്രൂഷ ആരംഭിക്കുകയായി. പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്ന സന്ദർഭത്തിൽ കർത്താവ് ആഹ്വാനം ചെയ്യുകയാണ്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. നിങ്ങൾ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീരെന്ന് കർത്താവ് പറയുകയാണ്. സുവിശേഷം ആരംഭിക്കുന്നത് വളരെ കൃത്യമായി നമ്മളോട് ആവശ്യപ്പെട്ടുകൊണ്ടാണ്. മനസ്സിന് മാറ്റം വരണം. മനസ്സ് ഇങ്ങനെ പാപമംഗലമായി, തിന്മപൂർണമായി, അതിൽ ബന്ധിതമായി ഇരിക്കുവാനല്ല, പിന്നെയോ മനസ്സിന് സമ്പൂർണമായ മാറ്റമുണ്ടായി നന്മയിലേക്ക് വളരാനും അങ്ങനെ നമ്മളുടെ ആളത്വത്തെ വികസിപ്പിച്ചെടുക്കുവാനും കഴിയണം എന്നുള്ള ആഹ്വാനമാണ് സുവിശേഷം ആരംഭിക്കുമ്പോൾ പരിശുദ്ധനായ മർക്കോസ് സുവിശേഷകാരൻ എഴുതിയിരിക്കുന്ന പ്രകാരം അത് ആരംഭിക്കുന്നത് തന്നെ. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായമാകുമ്പോൾ മനസ്സിൻ്റെ അന്തരം എന്നുള്ളതിന് കുറേ കൂടെ ഉയർന്ന ഒരു തലത്തിലേക്കുള്ള വ്യക്തിത്വ വികസനമാണ് എന്ന് തോന്നുമാറാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പർവ്വതത്തിലെ പ്രാർത്ഥനയും പ്രാർത്ഥനയോട് ചേർന്ന സന്ദർഭത്തിൽ നമ്മുടെ കർത്താവിനുണ്ടാകുന്ന രൂപാന്തരവും. ബാഹ്യമായ രൂപത്തിന് മാറ്റമുണ്ടായി. അവൻ്റെ മുഖം സൂര്യനെ പോലെ പ്രകാശിച്ചു. ദൈവ തേജസ്സിൽ നിറഞ്ഞു. ദൈവസന്നിധിയിൽ നിൽക്കുന്ന മോശയും ഏലിയായും കർത്താവിൻ്റെ അടുക്കിലേക്ക് വന്ന് യേശുവുമായി സംഭാഷണം നടത്തുകയാണ്. അവർ തേജസ്സിലാണ് കർത്താവിന് പ്രത്യക്ഷപ്പെട്ടത്. കർത്താവും തേജസ്വിയായി മാറ്റപ്പെടുകയായിരുന്നു. കുഞ്ഞുങ്ങളെ, രൂപാന്തരത്തിൻ്റെ പെരുന്നാൾ, മറുരൂപ പെരുന്നാൾ ഈ വർഷവും നാം ആഘോഷിക്കുന്നു. ആ സന്ദർഭത്തിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൂത് നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. മാനസാന്തരവും രൂപാന്തരവും. മാനസാന്തരത്തിൻ്റെ ഫലമായി നമ്മളുടെ ആളത്വത്തിൻ്റെ ബാഹ്യരൂപത്തിന് തന്നെ മാറ്റം സംഭവിക്കുകയായി. മാനസാന്തരവും രൂപാന്തരവും ഇവ രണ്ടും കൂടെ സമഞ്ജസമായി ഒരു വ്യക്തിയിൽ സംഭവിക്കുമ്പോൾ ഒരു പുതിയ ആളത്വമായി വരികയാണ്, വളരുകയാണ് എന്നുള്ള വലിയ സന്ദേശം തീർച്ചയായും ഈ മറുരൂപ പെരുന്നാളിനോട് ശേഷം നാം സ്വീകരിക്കേണ്ടതാണ്. കുഞ്ഞുങ്ങളെ, ദൈവം തമ്പുരാൻ ആയതിന് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.